നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഇവിടെ വിൻ്ററൊക്കെ ആയിരുന്നു, തണുപ്പും മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് പുറത്തു പോയി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് ആയിട്ടുണ്ട്, ഡേലൈറ്റൊക്കെ കൂടിയിട്ടുണ്ട്, മിക്ക ദിവസങ്ങളിലും വെയിലൊക്കെ ഉണ്ട്. എന്ന് വെച്ച് മഴയ്ക്കും കാറ്റിനൊന്നും കുറവില്ല കേട്ടോ, അതിങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. സാധാരണ ഈ സ്പ്രിംഗ് സമ്മർ സീസണിലാണ് ഇവിടെ ഔട്ട്ഡോർ ഇവൻറ്റ്സൊക്കെ കൂടുതൽ സജീവമാകുന്നത്. അത്തരത്തിലൊരു അടിപൊളി പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഒരു മലയാളി അസോസിയേഷനായ കേരള ഹൗസ് നടത്തുന്ന വള്ളംകളിയാണ് ഇന്നിവിടെ. മലയാളികൾ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്ന ഈ വള്ളംകളി നടക്കുന്നത് കൗണ്ടി കാർലോയിലുള്ള റിവർ ബാരോയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, കൂടുതൽ വള്ളംകളി വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം 1.5 hours യാത്രയുണ്ട് വള്ളംകളി നടക്കുന്ന സ്ഥലത്തേക്ക്. ഇന്നത്തെ വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് കാണിക്കുന്നത്. ഇത്തവണത്തെ വള്ളംകളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. 11 മണിയോടെ റേസ് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ മത്സരങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഇതാണ് റിവർ ബാരോ. ഈ കാണുന്ന ബ്രിഡ്ജിൽ നിന്നാൽ വള്ളംകളി നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ആ സൈഡിലൊക്കെ നിന്നും കാണാനുള്ള സൗകര്യമുണ്ട്. അങ്ങേയറ്റമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആദ്യ റൗണ്ടിൽ മത്സരിക്കാനുള്ള ടീമുകളാണ് ഇതൊക്കെ. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മത്സരിക്കുന്ന എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ധരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓരോ മത്സരത്തിൻ്റെയും കൂടെ സിവിൽ ഡിഫൻസിൻ്റെ സ്പീഡ് ബോട്ടും അക്കമ്പനി ചെയ്യുന്നുണ്ട്. And we'll have the results of that race in a few moments. ആദ്യത്തെ 3 ടീമുകളുടെ മത്സരം കഴിഞ്ഞു. ഇനി അടുത്ത 3 ടീമുകൾ മത്സരത്തിനായിട്ട് പോവുകയാണ്. ഈ പ്രാവശ്യവും സൂർജേട്ടൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കേര സെയിലേഴ്സ് എന്ന് പറയുന്ന ടീമിലാണ്. ഇത് നെയ്സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ടീമാണ്. ഈ ഒരു ഇവന്റ് മാനേജ് ചെയ്യുന്നത് ഐറിഷ് ഡ്രാഗൺ ബോട്ട് അസോസിയേഷൻ ആണ്. ഓരോ മത്സരത്തിന് മുന്നേ അതിൻ്റെ ആൾക്കാർ ഓരോ ടീമിനും വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 15 ടീമുകളാണ് മത്സരിക്കുന്നത്. ഓരോ ടീമിനും 3 റൗണ്ട് മത്സരങ്ങൾ വീതമുണ്ട്. അത്ര വലിയ മുൻപരിചയമൊന്നും ഇല്ലെങ്കിലും ആവേശം ഒട്ടും കുറയാതെയാണ് എല്ലാവരും തുഴയുന്നത്. ഇവിടെ ജയിക്കുന്നതോ തോൽക്കുന്നതോ ഒന്നുമല്ല വിഷയം. നാടിൻ്റെ ഈ വള്ളംകളി എല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ്. വഞ്ചിപ്പാട്ടും ആർപ്പുവിളികളുമായി എല്ലാവരും ശരിക്കും ഇത് ആസ്വദിക്കുന്നുണ്ട്. In lane 1, we have Parasaurus Nation. Lane 2, Western Chandan, and lane 3, Panahadu Goslow. നാട്ടിലെ പുന്നമടക്കായലിലല്ല കേട്ടോ, ഇത് അയർലൻഡിലാണ്. തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മലയാളികൾ ഇറങ്ങിയാൽ പിന്നെ ആവേശം നാട്ടിലെ വള്ളംകളിയെക്കാട്ടിലും ഒട്ടും കുറയില്ല. ആരെങ്കിലും വിചാരിക്കുന്നോ ഇങ്ങനൊരു വള്ളംകളി നടക്കുമെന്ന്? വള്ളം മാറി, സ്ഥലം മാറി, കാലാവസ്ഥയും മാറി, പക്ഷെ തുഴയുന്ന നമ്മുടെ മലയാളികളുടെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിനൊരു മാറ്റവുമില്ല.
അങ്ങനെ സെക്കൻഡ് റൗണ്ട് മത്സരവും കഴിഞ്ഞു. വള്ളംകളിക്ക് ആവേശം മാത്രമല്ല, നല്ല നാടൻ ഭക്ഷണവും വേണമല്ലോ. ദാ ഇവിടെ ഫുഡ് സ്റ്റോളുകളൊക്കെ സെറ്റായിട്ടുണ്ട്. കപ്പയും മീൻകറിയും പൊറോട്ടയും ചിക്കനും അങ്ങനെ കുറേ വിഭവങ്ങൾ. പിന്നെ ദേ ഇവിടെ KB പെർഫ്യൂമിൻ്റെ നല്ലൊരു സ്റ്റോളുണ്ട്. പല വെറൈറ്റി ഓഫ് ഫ്രാഗ്രൻസ് പെർഫ്യൂം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കിട്ടുന്നത്. കുറേ പേര് വന്ന് വാങ്ങിക്കുന്നുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നത്തെ വള്ളംകളിക്കൊരു പ്രത്യേകതയുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ദേ ഇവരാണ് കരാവലി കന്യാസ്, ഫസ്റ്റ് എവർ ലേഡീസ് ടീം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി കേരള ഹൗസ് വള്ളംകളി. ആദ്യമായിട്ട് പങ്കെടുക്കുന്നതിൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ അവർക്കുണ്ടെന്ന് അവരോട് സംസാരിച്ചപ്പോൾ തോന്നി. പക്ഷേ എല്ലാവരും നല്ല ഹാപ്പിയാണ്, വലിയ ആവേശത്തിലാണ്. അവരുടെ ആ ഒരു സ്പിരിറ്റ് കാണുമ്പോൾ തന്നെ വള്ളംകളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി അടുത്ത റൗണ്ട് മത്സരങ്ങളാണ്. ഇതിൽ ലേഡീസ് ടീമും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ടീമിനും ആകെ 3 റൗണ്ടുകളിലാണ് മത്സരിക്കാൻ അവസരമുള്ളത്. ഒരു റൗണ്ടിൽ ഫസ്റ്റ് അടിച്ചവർ തന്നെ അടുത്ത റൗണ്ടിലും ഫസ്റ്റ് ആകണമെന്നില്ല. ചിലപ്പോൾ അവർ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആയേക്കാം. അതുപോലെ ആദ്യ റൗണ്ടിൽ പിന്നിൽ പോയവർ അടുത്ത തവണ മുന്നിലെത്താനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോ റൗണ്ടിലും റിസൾട്ട് മാറിയും മറിഞ്ഞും വരാം. ഓരോ ടീമും 3 തവണ തുഴയുമ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത റൗണ്ട്, അതായത് ഏറ്റവും പതുക്കെ ഫിനിഷ് ചെയ്തത് ഒഴിവാക്കും. ബാക്കിയുള്ള 2 റൗണ്ടുകളിലെ സമയം തമ്മിൽ കൂട്ടും. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത ആദ്യത്തെ 3 ടീമുകൾ നേരിട്ട് ഫൈനലിലേക്ക് പോകും. വള്ളംകളിയുടെ റിസൾട്ടൊക്കെ ഓരോ റേസ് കഴിയുമ്പോൾ അന്നേരം തന്നെ അവിടെ ഒരു ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മത്സരങ്ങളൊക്കെ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റൗണ്ടിലെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമൊക്കെ എടുത്തുള്ളൂ. പിന്നെ ഈ റിവറിൽ കുറച്ച് അരയന്നങ്ങളുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അവയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള കുറേ പേരൊക്കെ അതെടുത്ത് അരയന്നങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ്. കുട്ടികളൊക്കെ നല്ല ആവേശത്തോടെയാണ് അവയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇത് ഞാൻ ഇവിടുത്തെ ബ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ. അങ്ങ് ദൂരെ മലനിരകളൊക്കെ നല്ല ഭംഗിയാണല്ലേ കാണാൻ. ചുമ്മാ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വള്ളംകളി ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആവേശകരമായ ആ ഫൈനൽ മത്സരം ഇനിയും കാണാം.
സൂര്യേട്ടനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീം കേര സെയിലേഴ്സ്, അത് സ്പോൺസർ ചെയ്തത് കേരയാണ്. അപ്പം കേരയുടെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വള്ളംകളി മത്സരങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. മത്സരത്തിൽ ആദ്യമായി പങ്കെടുത്ത ലേഡീസ് ടീമിനും പ്രത്യേക പ്രൈസ് ഉണ്ടായിരുന്നു. അതിനുശേഷം 3rd, 2nd, 1st പ്ലേസിൽ വന്നിട്ടുള്ള ടീമുകൾക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അയർലൻഡിലെ ഈ തണുത്ത കാറ്റിലും നാടിൻ്റെ ആവേശമുയർത്തിയ ഈ വള്ളംകളി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.